ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇനി വേണ്ട പൊടികളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, അത് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. സവാളയിൽ നിന്ന് നീര് പുറത്ത് വരുന്ന വരെ നന്നായിട്ട് തിരുമ്മുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം, നമുക്ക് അതിൽ നിന്ന് സവാളയൊക്കെ ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കഴുകി വെള്ളം വാർന്ന് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, കൊച്ചുള്ളി ഇട്ടോ, കൊച്ചുള്ളി. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കുറുകി വരാൻ വേണ്ടിയിട്ടാട്ടോ കറി. അവസാനമായി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി അവസാനം ഇടണേ. അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നല്ല പിടിക്കുവേ. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ചോറ്, അപ്പം, ഇടിയപ്പം എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.